ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നുള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ നമ്മുടെ വൈഫ് നടത്തുന്ന ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു മത്തനൊക്കെ ഉണ്ടായിട്ടുണ്ട്. മത്തനുണ്ട്, ഇളവനുണ്ട്, കയ്പുണ്ട്, പച്ചമുളകും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു അടുക്കളത്തോട്ടം. അതിൽ ഒരു തരക്കേടില്ലാത്തൊരു മത്തനും ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ഇളവനൊക്കെ ഉണ്ട്. പക്ഷേ നോമ്പ് സമയത്താണ് കൂടുതലുണ്ടായേ. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിന്. ഇപ്പം കുറച്ച് കുറവാണ്. അപ്പോൾ ഉള്ളത് നമ്മൾ എന്താക്കുക, അവിടെ നിന്ന് എടുക്കുക. ഇവിടെ ഇതാ ഒരു ഇളവൻ ഇവിടെ ഇങ്ങനെ ഒരു പാളയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഉറപ്പുണ്ട്. പാളയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഉറപ്പുണ്ട്. ഓ, ആളോട് വീണില്ല. നോക്കിയേ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 3 കിലോ ഉണ്ട്, 2-3 കിലോ ഉണ്ട്. പച്ചമുളകുണ്ട്, പിന്നെ വഴുതിനുണ്ട്, പിന്നെ ഇതാ അവിടെ കയ്പ, ചെറിയ ചെറിയ പച്ചമുളക്, കർമൂസ, വെള്ളരി കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. വെള്ളരി കുറച്ചൊക്കെ ഒരു പറച്ചുണ്ട്. കയ്പതാ ഒന്നതാ നമ്മളെ ജനലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെതാ ചെറിയ കൃഷിത്തോട്ടം. ഞങ്ങളിതിന് മുമ്പ് ഒരു കറിവേപ്പിലേൻ്റെ വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റിലൊക്കെ ഉള്ളൊരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ട്. പിന്നെ കുറ്റിക്കുരുമുളകുണ്ട്. ഒരു മത്തനം കൂടെ ഉണ്ട് ഇവിടെ. ഈ ഒരു മത്തം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും. പൊളിക്കാം. പിന്നെ ഒന്ന് പിരിച്ചു നോക്കണം. ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ഇളവനും കൂടിയുണ്ട്. ഓക്കെ, അതും കൂടെ മാറ്റി വെക്കാം. ഇതാക്കട്ടെ. മത്തയുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത മത്തമുണ്ട് ഇവിടെ. ഇതിങ്ങനെ ഏകദേശം കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഏകദേശം പാകമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏകദേശം ഈ ഒരു കളറാകുമ്പോഴാണ് ഇത് കട്ട് ചെയ്തെടുക്കാമെന്നാണ് തോന്നുന്നത്. ഫോണിൽ ഷൂട്ട് ചെയ്യലും ഇത് കട്ടിങ് നടക്കുന്നില്ല. ഓ, ചെറുതായിട്ട് ഇവിടെ മുട്ടിപ്പോയി. അപ്പോൾ എന്താ മത്തൻ റെഡി. മത്തനും ഇളവനും റെഡി ആയിരിക്കുകയാണ്. മത്തനും ഇളവനും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരാൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് കുക്ക. ഇവിടെ എല്ലാവരും ഈ ഓലൻ്റെ ഉള്ളിൽ ഒരാളുണ്ടായിരുന്നല്ലോ, കാണുന്നില്ല. ചെറിയ ചെറിയ വെള്ളരികളൊക്കെ ഉണ്ട്. അസി, വേറെ വെള്ളരി ഉണ്ടായിരുന്നു അവിടെ? ആ, വെള്ളരിയില്ല, ഒക്കെ പറിച്ചോ? അപ്പോൾ ഒരു വെള്ളരിയൊക്കെ പറിച്ചു തന്നത്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഇവിടെ ഇടയില്ല. ആണോ? ബാക്കിയതാ ഒന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്തതിന് കാണിക്കാം. കുറേയൊക്കെ ഒരു പറിച്ചുകൊണ്ടുപോയി കറി വെച്ചാലും. എനിക്കൊരു വീഡിയോ എടുക്കാൻ കുറച്ച് വെള്ളരിയും കുറച്ച് ഇളവനൊക്കെ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്ന് എവിടെ അത് ചെറുത്. അത് വസം അതൊന്നും പറിക്കാൻ. ഇപ്പം ചെറിയൊരു അടുക്കള തോട്ടമൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് പച്ചമുളകും കയ്പയും വിളവനും മത്തനും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്നത് വൈഫാണ്. അപ്പോൾ വൈഫാണ് ഇതിന് നനയ്ക്കലും ഇതിൻ്റെ നടലും നനയ്ക്കലും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു. അപ്പോൾ താഴെന്ന് വളമൊക്കെ എടുത്ത് മറ്റേ ചാണകമൊക്കെ സെറ്റാക്കി. അല്ലാണ്ട് ചാണകവും അങ്ങനത്തെ വെണ്ണീര് ചാണകവും അങ്ങനെ വീട്ടിലത്തെ വളങ്ങളൊക്കെ തന്നെ ആയിരുന്നുള്ളൂ. അല്ലാണ്ടുള്ള വളങ്ങൾ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇടുന്നൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവലുണ്ട്. നോമ്പ് സമയത്താണ് കുറേ ഉണ്ടായേ. പക്ഷെ അന്ന് നമുക്ക് കറിയൊന്നും വെക്കാനാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇപ്പം നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സാധനമൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തെടുത്ത്
അപ്പം തരക്കേടില്ലാത്ത വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന, നമ്മൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരുപാട് വിഷം അടിച്ച പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്ന ആകുമ്പോൾ അതിന് രുചി വേറെ. പിന്നാണിതാ ഒരാളതാ ഒരു പാവക്കാത ജനൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിലെത്തും. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് നമ്മൾ വൈഫിന് കൊടുക്കും. കുറച്ച് ചില സമയത്തൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മളെ വീഡിയോ എടുക്കുന്ന ചങ്ങായി മോനാണ്. ഓനും എന്താക്കലുണ്ട്, ഇത് നനയ്ക്കലൊക്കെ ഉണ്ട്. നനയ്ക്കാനൊക്കെ ഓനും കൂടും ചില സമയത്ത്. അപ്പം ഇവിടെ കുറേ പപ്പായൊക്കെ ഉണ്ടായിരുന്നു. പപ്പായൻ്റെ മരമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ പന്നി വന്ന് ഫുള്ള് പപ്പായ തയ്യും കുത്തി മറിച്ചിട്ട് അതെല്ലാം കൂടിയും പോയി. ഇപ്പോൾ ഒക്കെ 2 ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പപ്പായൊക്കെ പീടിയിൽ നിന്ന് വാങ്ങുന്നതല്ലേ. വീട്ടിലുണ്ടാകുന്ന പപ്പായൊക്കെ വേറെ രുചി. സംഗതി അടിപൊളിയാണ്. നിങ്ങളും ഉണ്ടാക്കുക, വീട്ടിൽ പോയിട്ട് ചെറിയൊരു അടുക്കള കൃഷിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മത്തനും ഇളവനും കയപ്പയും പടവലവും പച്ചമുളകും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവിടെ അങ്ങനെ അതിലിട്ട് കൊടുത്താൽ നനച്ചാൽ മാത്രം മതി, അങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.